അറിവിൻ്റെ ഉറവിടമായ ശ്രീ മഹാഗണേശൻ അറിവില്ലായ്മയാകുന്ന ഇരുട്ടിനെ ഇല്ലാതാക്കുന്ന കോടാനുകോടി പ്രഭയാൽ പ്രശോഭിതമായ ജ്ഞാനപ്രകാശമാണ്. സാക്ഷാത് ശ്രീ ഗണേശനിൽ നിന്നാണ് സർവ്വവിദ്യയും ഉണ്ടായിട്ടുള്ളത് എന്നത് യഥാർത്ഥ സത്യം മാത്രമാണ്. ബ്രഹ്മവിദ്യയുടെ ഫലങ്ങളെല്ലാം നൽകുന്ന നിർഗുണ സ്വരൂപങ്ങളിൽ പ്രകാശം ചുരഞ്ഞ് ജീവബ്രഹ്മത്തിൻ്റെ ചൈതന്യം പ്രദാനം ചെയ്യുന്ന വിദ്യയുടെ പ്രഭാവമാണ് ശ്രീ മഹാഗണപതി ഭഗവാൻ എന്നതിൽ യാതൊരു സംശയവുമില്ല. നിങ്ങൾക്കെല്ലാവർക്കും ദേവീ ഭാഗവത കഥകൾ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. പുരാണ കഥകൾക്കും സത്സംഗത്തിനും വേണ്ടിയുള്ള ഈ സംരംഭത്തിൽ നമുക്ക് ആദ്യമായി ഗണേശ പുരാണത്തിൽ നിന്നുള്ള ഏതാനും കഥകൾ പറഞ്ഞു തുടങ്ങാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. തുടങ്ങുന്നതിന് മുമ്പ് എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മഹർഷി ശ്രേഷ്ഠനായ ശൗനക മഹർഷി 12 വർഷം തുടർന്നു നിൽക്കുന്ന ഒരു യാഗം നടത്താൻ തീരുമാനിച്ചു. സ്ഥലം നൈമിശാരണ്യം എന്ന സ്ഥലത്ത് വെച്ചാണ് യാഗം നടത്താൻ തീരുമാനിച്ചത്. എണ്ണമറ്റ മഹർഷിവര്യന്മാർ അവിടെ കൂടിയിരുന്നു. മന്ത്രജപം, യാഗാഗ്നിജ്വാല, ധൂമപടലം, ഹവിസ് എന്നിവ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന പുണ്യാന്തരീക്ഷം. എങ്കിൽ തന്നെയും ആ മുനിമാർക്കിടയിൽ ഒരു വല്ലാത്ത മൂകതയും അരസികതയും മുഷിവും തോന്നുവാൻ തുടങ്ങി. ഇത് മാറ്റി ഉന്മേഷം പകരാൻ എന്താണ് മാർഗമെന്ന് മുനി ആലോചിച്ചു. അവസാനം ഒരു ഉപായം കണ്ടെത്തുന്നു. പുരാണ കഥാകഥനത്തിൽ അതീവ സമർത്ഥനും വാഗ്മിയും ക്ഷമാധനനും പരമരസികനുമായ സൂതമുനിയോട് മറ്റുള്ള മുനിവര്യന്മാരെല്ലാവരും കൂടി പുരാണകഥ സവിസ്തരം പറഞ്ഞു കേൾപ്പിക്കാൻ സാദരം അഭ്യർത്ഥിക്കുന്നു. സുതമാമുനി പുരാണങ്ങൾ 18 സവിസ്തരം സരസഗംഭീര ശൈലിയിൽ പറഞ്ഞു കേൾപ്പിക്കുന്നു. എന്നാൽ മഹർഷിമാർക്ക് ഇതൊന്നുകൊണ്ടും സമ്പൂർണ്ണ തൃപ്തി ഉണ്ടാകുന്നില്ല. ഇനി എന്താണ് ചെയ്യുക എന്ന് അവർ ആലോചിച്ചു. അവർ വീണ്ടും തലപുകഞ്ഞ് ആലോചിക്കുന്നതിനിടയിൽ അതാ ഒരു ഉപായം വീണ്ടും എത്തി. അല്ലയോ മഹർഷി ശ്രേഷ്ഠരെ, ഞാനൊരു നല്ല ഉപായം കണ്ടെത്തിയിരിക്കുന്നു. സർവപ്രഥമ ഗണനീയനായ ശ്രീ ഗണേശൻ്റെ ഉപപുരാണത്തിൽ ധാരാളം കഥകളുണ്ട്. അത് ഞാൻ നിങ്ങളെ പറഞ്ഞു കേൾപ്പിക്കാം. താല്പര്യമുണ്ടോ കേൾക്കാൻ? മഹർഷിമാർ എല്ലാവരും ഒരേ സ്വരത്തിൽ മനംകുളിർക്കെ കേട്ട് സംതൃപ്തരാകുന്നതിന് സമ്മതം മൂടി. സൂതൻ: എന്നാൽ അങ്ങനെയാകട്ടെ, എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക. സൂതൻ ശ്രീ ഗണേശകഥ പറഞ്ഞു തുടങ്ങുന്നു. ഈ ഗണേശകഥാസൃഷ്ടാവായ ബ്രഹ്മാവ് ആദ്യമായി സർവജ്ഞാനിയായ വ്യാസമഹർഷിക്ക് ഇത് ഉപദേശിച്ചു കൊടുക്കുന്നു. വ്യാസമുനിയിൽ നിന്നും ഭൃഗുമഹർഷി ഈ കഥ മനസ്സിലാക്കി. ബഹുമാന്യ മഹർഷിവരനായ ഭൃഗുവിൽ നിന്ന് സൂതമുനി ഈ കഥകൾ മനസ്സിലാക്കുന്നു. ലോകാസമസ്ത സുഖിനോ ഭവന്തു. ലോകസൗഖ്യത്തിനായി ശ്രീ ഗണേശകഥ ഇതാ ഇവിടെ ഞാൻ അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം കഥ തുടങ്ങി. ശ്രീഗണേശൻ പ്രഥമഗണനീയനായത് എങ്ങനെയെന്നാണ് ആദ്യത്തെ കഥ. സൃഷ്ടിസ്ഥിതി സംഹാരകർത്താക്കളായ ബ്രഹ്മാവ്, വിഷ്ണു, മഹേശ്വരന്മാർ എന്നിവർ ലോകത്തുടനീളം വാണരുളിനിട്ടും ഗണേശന് ആദ്യത്തെ പൂജയ്ക്കുള്ള സ്ഥാനം എങ്ങനെ കിട്ടിയെന്നുള്ളതാണ് കഥ. അത്യുന്നത പദവിയുള്ള ദേവതകൾക്കെല്ലാവർക്കും കൂടി ഒരിക്കൽ കൈലാസത്തിൽ ചെന്നു. കൈലാസാധിപതിയായ പരമശിവനോട് ചോദിച്ചു: മഹാദേവ, ഞങ്ങൾ ഔന്നത്യമുള്ള ദേവതകളാണ്. ഞങ്ങളിൽ ആർക്കാണ് ആദ്യ പൂജയ്ക്ക് അർഹതയുള്ളതും? അങ്ങ് ദയവായി അരുളി ചെയ്താലും. മഹാദേവൻ ആലോചിച്ചു. എന്നിട്ടിങ്ങനെ പറഞ്ഞു: സംപൂജ്യരായ ദേവതകളെ, ഇക്കാര്യം അറിയുന്നതിനായി ഈ പ്രപഞ്ചത്തെ പ്രദക്ഷിണം വയ്ക്കണം. അപ്പോൾ ആരാണോ ആദ്യം ഇവിടെ തിരിച്ചെത്തുന്നത് ആ ദേവതയ്ക്കാണ് പ്രഥമ പൂജനീയ സ്ഥാനത്തിന് അർഹതയുള്ളത്. ഉടൻ ആ ദേവതകൾ അവരവരുടെ ജീവനുള്ള വാഹനങ്ങളിൽ കയറിയിരുന്ന് അതിവേഗം പ്രപഞ്ച പ്രദക്ഷിണം തുടങ്ങി. മയിൽ, കുതിര, കിരടൻ തുടങ്ങി വാഹനങ്ങളെ അവർ അത്യധികം വേഗത്തിൽ പായിച്ചുകൊണ്ട് ലോകത്തെ വലം വയ്ക്കുന്നു. എന്നാൽ ശ്രീഗണേശൻ മൂകനായി ചിന്തയിൽ മുഴുകിയിരിക്കുന്നു. തൻ്റെ വാഹനം ചുണ്ടലി എങ്ങനെ ലോകം മുഴുവൻ പ്രദക്ഷിണം വെച്ച് മറ്റുള്ളവരെക്കാൾ ആദ്യം ഇവിടെ തിരിച്ചെത്തി പ്രഥമസ്ഥാനം കരസ്ഥമാക്കും? ഇത് വല്ലാത്ത പ്രഹേളിക തന്നെ. ഞാൻ എന്തു ചെയ്യും? ഞാൻ എങ്ങനെ വിജയിക്കും? പെട്ടെന്നൊരു യുക്തി ശ്രീഗണേശന് തോന്നി. ഇവിടെ ഇരിക്കുന്ന തൻ്റെ പിതാശ്രീയും മാതാശ്രീയും പ്രപഞ്ചശക്തികളാണല്ലോ. ഇവർ തന്നെയാണ് പ്രപഞ്ചം. അതുകൊണ്ട് ഞാൻ ഇവരെ പ്രദക്ഷിണം ചെയ്യുക തന്നെ. ഇങ്ങനെ കരുതിക്കൊണ്ട് ഉടനെ തൻ്റെ വാഹനമായി ചുണ്ടലിപ്പുറത്ത് കയറിയിരുന്ന പാർവതി പരമേശ്വരന്മാരെ ശ്രീഗണേശൻ പ്രദക്ഷിണം ചെയ്തു. തിരുമുമ്പിൽ ചെന്ന് വണങ്ങി നിന്നു. താൻ പ്രപഞ്ചപ്രദക്ഷിണം ചെയ്തും മുമ്പേ വന്നെത്തിയതായി ആ ഗജാനനൻ അറിയിച്ചു. അപ്പോഴേക്കും മറ്റ് ദേവതകളും വന്നെത്തിച്ചേർന്നു. മഹാദേവൻ ഗണേശൻ്റെ വിജയം ശരിയെന്ന് അംഗീകരിച്ച് കൽപ്പിച്ചു. മറ്റുള്ളവരും അത് സമ്മതിച്ചു. അങ്ങനെ ശ്രീഗണേശൻ പ്രഥമ പൂജയിനായിട്ടുള്ള അർഹത നേടിയെടുത്തു. സ്വന്തം ബുദ്ധിയും ശക്തിയും യുക്തിയും കൊണ്ട് ശ്രീവിഘ്നേശ്വരൻ പ്രപഞ്ചമാകെ നിറഞ്ഞിരിക്കുന്ന ശിവശക്തി സ്വരൂപത്തെ പ്രപഞ്ചമായി കണ്ടെത്തി അവരെ പ്രദക്ഷിണം ചെയ്ത് വിജയം നേടി.
ഇപ്രകാരമാണ് ശ്രീഗണേശൻ അഗ്രപൂജയ്ക്ക് പ്രഥമ ഗണനീയനായി ഭവിച്ചത്. അന്നു മുതൽ എല്ലാ ദേവന്മാരും ദേവിമാരും തങ്ങളുടെ പ്രവർത്തനങ്ങൾ തടസ്സമന്യേ വിജയത്തിലെത്തിക്കാൻ വിഘ്നേശ്വരനായ ശ്രീഗണേശനെ തന്നെയാണ് ആദ്യമായി ചിന്തിക്കുന്നതും പൂജിക്കുന്നതും.